ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഗോപകുമാർ. പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ ആയുർവേദ പാരമ്പര്യം ലോകത്തിന് തന്നെ മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളുമായി ബന്ധപ്പെട്ട് ലോകാരോഗ്യ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന രണ്ടാമത് ആഗോള ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത ആരോഗ്യ സംരക്ഷണം വ്യക്തിപരമായ അത്യാവശ്യം എന്നതിനേക്കാൾ ഭാവിയെ ലക്ഷ്യമിട്ടായിരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകാരോഗ്യ സംഘടനയുടെ തലവൻ ടെഡ്രോസ് അദാനോം ഗബ്രിയേസിസും സമ്മേളനത്തെ അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പശ്ചിമബംഗാൾ അസം സന്ദർശനത്തിന് നാളെ തുടക്കം. നാളെ ബംഗാളിലെത്തുന്ന പ്രധാനമന്ത്രി നാദിയ ജില്ലയിലെ റാണാഘട്ടിൽ ദേശീയപാതാ പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കും. ഏകദേശം 3200 കോടി രൂപ ചെലവ് വരുന്ന 2 ദേശീയപാതാ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലുമാണ് പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. തുടർന്ന് അദ്ദേഹം അസമിലേക്ക് പുറപ്പെടും. അവിടെ ലോകപ്രിയ ഗോപിനാഥ് ബർദോലോയ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പുതിയ ടെർമിനൽ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ശീതകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 1-ന് ആരംഭിച്ച ശീതകാല സമ്മേളനത്തിൽ ആകെ 15 ദിവസമാണ് സഭ ചേർന്നത്. തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങളെക്കുറിച്ചും ദേശീയഗാനമായ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ചും ലോക്സഭയിലും രാജ്യസഭയിലും പ്രത്യേക ചർച്ചകൾ നടന്നു. വികസിത് ഭാരത് ജി റാംജി ബിൽ 2025 ഉൾപ്പെടെ 8 സുപ്രധാന നിയമങ്ങൾ പാസാക്കിയാണ് സമ്മേളനം പിരിഞ്ഞത്. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തിരശ്ശീല വീണു. ജാപ്പനീസ് ചിത്രം ടു സീസൺസ് ടു സ്ട്രേഞ്ചേഴ്സ് മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടി. നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിനിമയുടെ സംവിധായകൻ ഷോ മിക്കായയ്ക്ക് പുരസ്കാരം സമ്മാനിച്ചു. 20 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് പുരസ്കാരം. പ്രേക്ഷക പുരസ്കാരം മലയാള ചിത്രമായ തന്തപ്പേരിനാണ്. മികച്ച മലയാളം സിനിമയ്ക്കുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ഗിഡ്കി ഗാവും തന്തപ്പേരും പങ്കിട്ടു. ചലച്ചിത്രമേളയിൽ സമഗ്ര കവറേജിനുള്ള ശ്രവ്യ മാധ്യമ പുരസ്കാരം ആകാശവാണി തിരുവനന്തപുരം നിലയത്തിനും ദൃശ്യ മാധ്യമ പുരസ്കാരം തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിനും ലഭിച്ചു. വൈകിട്ട് നിശാഗന്ധിയിൽ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. പുല്ലുമേട് കാനനപാത വഴിയുള്ള ശബരിമല തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതിനാൽ വണ്ടിപ്പെരിയാർ സത്രത്തിലൂടെ സ്പോട്ട് ബുക്കിംഗ് വഴി ദിവസം കടത്തിവിടുക 1000 തീർത്ഥാടകരെ മാത്രം. വെർച്വൽ ക്യൂ വഴി വണ്ടിപ്പെരിയാർ പുല്ലുമേട് പാത തിരഞ്ഞെടുത്ത് ബുക്ക് ചെയ്ത തീർത്ഥാടകർക്ക് നിയന്ത്രണം ബാധകമല്ല. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് തീരുമാനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പ്രകൃതിരമണീയമായ പുല്ലുമേടുകൾ മാത്രമല്ല, കുത്തനെയുള്ള കയറ്റങ്ങളും ചെങ്കുത്തായ ഇറക്കങ്ങളും ഉൾപ്പെടെ 16 കിലോമീറ്റർ ദൈർഘ്യമാണ് പുല്ലുമേട് കാനനപാതയ്ക്കുള്ളത്. പൂർണ്ണ ആരോഗ്യമുള്ളവർ മാത്രം ഈ പാത തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. പ്രായമായവരും കുട്ടികളും വനത്തിൽ കുടുങ്ങിപ്പോകുന്നത് പതിവാകുന്ന സാഹചര്യത്തിൽ കുട്ടികളും പ്രായമായവരും പരമാവധി കാനനപാത ഒഴിവാക്കണമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എരുമേലിയിൽ നിന്ന് പരമ്പരാഗത കാനനപാത വഴി എത്തുന്നവർക്ക് ദർശനത്തിനുള്ള പ്രത്യേക പാസ് നൽകുന്നു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. നിലവിൽ അത്തരത്തിൽ പ്രത്യേക പാസ് നൽകുന്നില്ല. ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് അന്തിമ തീരുമാനമെടുക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പ് വിജയകരമായി നടത്തിയതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അഭിനന്ദിച്ചു. പൊതു തെരഞ്ഞെടുപ്പിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ലോക് ഭവനിൽ എത്തിയ കമ്മീഷണറെ ഗവർണർ പൊന്നാടയണിയിച്ച് ആദരിച്ചു. സമാധാനപരമായും പരാതിരഹിതമായും തെരഞ്ഞെടുപ്പ് നടത്തിയതിൽ ഗവർണർ സന്തുഷ്ടി രേഖപ്പെടുത്തി. സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ നിലവിലെ ഭരണസമിതികളുടെ കാലാവധി നാളെ അവസാനിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ 21-ന് പൂർത്തിയാകും. പുതിയ ഭരണസമിതികളും അന്നേ ദിവസം ചുമതലയേൽക്കും. തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ചട്ടങ്ങളിലും സാങ്കേതിക കാര്യങ്ങളിലും അവബോധം ഉള്ളവരായിരിക്കണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദേശീയ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനതല FLC മാർക്കായി കൊച്ചിയിൽ സംഘടിപ്പിച്ച ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചട്ടങ്ങൾക്കൊപ്പം EVM, VVPAT എന്നിവ കൈകാര്യം ചെയ്യുന്നതിലും ഉദ്യോഗസ്ഥർക്ക് അറിവുണ്ടായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News _TVM X ഹാൻഡിലും ലഭ്യമാണ്. വലിയ ശക്തിയായിരുന്നിട്ടും ഒത്തൊരുമ ഇല്ലാത്തത് കാരണമാണ് വിദേശ ശക്തികൾക്ക് ഭാരതത്തെ കോളനിയാക്കാൻ കഴിഞ്ഞതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഗോവ വിമോചന ദിനത്തോടനുബന്ധിച്ച് ലോക് ഭവനിൽ കേരളത്തിൽ നിന്നും
ഗോവ വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ഗോവയെ മോചിപ്പിക്കാൻ ഭാരതം ഒരുമിച്ചതായും ശ്രീ ആർലേക്കർ പറഞ്ഞു. ആഗോളതലത്തിൽ തന്നെ മൂലധന ശക്തികളും തൊഴിൽ ശക്തികളും തമ്മിലുള്ള അസമത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. ദേശീയ ലേബർ കോൺക്ലേവ് 2025 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അത്തരം ഒരു കാലഘട്ടത്തിൽ തൊഴിലാളി വർഗത്തിന്റെ പക്ഷത്ത് നിൽക്കുക എന്നത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ ചുമതലയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ലേബർ കോഡുകളെക്കുറിച്ച് പഠിക്കാൻ 3-അംഗ സമിതിയെ നിയോഗിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഗോപാല ഗൌഡ അധ്യക്ഷനായി പ്രൊഫസർ ശ്യാം സുന്ദർ, അഡ്വക്കേറ്റ് വർക്കിച്ചൻ പേട്ട എന്നിവരടങ്ങുന്ന സമിതിയെയാണ് നിയോഗിച്ചത്. ഒരു മാസത്തിനകം സമിതി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. KSRTCയിലെ വിനോദയാത്രകൾ ഇനി കൂടുതൽ കളർഫുൾ. KSRTCയുടെ ബജറ്റ് ടൂറിസത്തിനായുള്ള ബസ് പുത്തൻ ലുക്കിൽ പുറത്തിറക്കി. തൊടുപുഴയിൽ നിന്നും ഗവിയിലേക്കും കൊച്ചിയിലേക്കും പുത്തൻ ബസ്സുകളിൽ പറക്കാൻ തയ്യാറെടുക്കാം. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. പതിവ് ചുവപ്പ് നിറത്തിലുള്ള ബസ്സിനോട് വിട പറഞ്ഞ KSRTC ബഡ്ജറ്റ് ടൂറിസം സർവീസ് ഉല്ലാസയാത്രകൾക്കായി പച്ചയും മഞ്ഞയും കലർന്ന മനോഹരമായ പുതിയ കളർ കോഡിലുള്ള ബസ്സുകൾ എത്തിക്കഴിഞ്ഞു. തൊടുപുഴയിൽ നിന്നുള്ള ആദ്യ സർവീസ് ഗവിയിലേക്കും പമ്പയിലേക്കും വിജയകരമായി പൂർത്തിയാക്കി. കളർഫുള്ളായ പുത്തൻ ബസ്സിൽ ക്രിസ്മസ് പുതുവത്സര അവധി ആഘോഷിക്കാൻ മട്ടാഞ്ചേരി വൈബ് എന്ന പുതിയ പാക്കേജും റെഡിയായിട്ടുണ്ട്. തൃപ്പൂണിത്തുറ വഴി കൊച്ചി മെട്രോയിലും വാട്ടർ മെട്രോയിലും കയറി മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും ആസ്വദിച്ചു മടങ്ങാം. വാഗമൺ, മൂന്നാർ, മലക്കപ്പാറ തുടങ്ങി വയനാട് വരെ നീളുന്ന വിനോദയാത്രകൾക്ക് കുറഞ്ഞ നിരക്കിൽ മികച്ച സൗകര്യങ്ങളാണ് KSRTC ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക യാത്രകളും മുൻകൂട്ടി ബുക്ക് ചെയ്ത് സഞ്ചാരികൾ കാത്തിരിക്കുകയാണ്. ഇന്ത്യക്കെതിരായ 2020 പരമ്പരയിലെ അവസാനത്തെ മത്സരത്തിൽ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് ബൌളിംഗ്. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 18 ഓവറിൽ ഇന്ത്യ 198 റൺ എടുത്തു. പരമ്പരയിലെ 4-ാം മത്സരം കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഉപേക്ഷിച്ചിരുന്നു. നിലവിൽ 2-1 മുന്നിലാണ് ഇന്ത്യ. ക്രിക്കറ്റ് താരങ്ങളുടെയും സിനിമാ താരങ്ങളുടെയും സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. യുവരാജ് സിംഗ്, റോബിൻ ഉത്തപ്പ, അഭിനേതാക്കളായ ഉർവശി റൌട്ടേല, സോനു സൂദ്, മിമി ചക്രവർത്തി, അങ്കുഷ് ഹസ്ര, നേഹ ശർമ്മ എന്നിവരുടെ 7.93 കോടിയിലധികം രൂപയുടെ ജംഗമ സ്ഥാവര സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. നിയമവിരുദ്ധ വാതുവയ്പ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ കുറ്റക്കാരെന്ന് കണ്ടാണ് ഈ നടപടി. വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്ക് സുരക്ഷിതവും സമഗ്രവുമായ പുനരധിവാസം ഉറപ്പാക്കാൻ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ഒരുക്കുന്ന ടൌൺഷിപ്പ് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. എൽസ്റ്റണിൽ 122 സ്വപ്ന ഭവനങ്ങളുടെ വാർപ്പ് പൂർത്തിയായി. 5 സോണുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നതിനായി ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന വസന്തോത്സവം 2025 ഈ മാസം 24 തുടക്കം. പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക് ഗാർഡനാണ് ഈ വർഷത്തെ പുഷ്പോത്സവം സജ്ജീകരിക്കുന്നത്. വ്യത്യസ്തവും അപൂർവവുമായ പൂക്കളുടെ ശേഖരം മേളയെ ആകർഷകമാക്കും. പുഷ്പമേളയും ദീപാലങ്കാരവും ജനുവരി 4 സമാപിക്കും. ഇന്ത്യൻ കരകൌശല വസ്തുക്കളുടെ സംരക്ഷണവും പ്രോത്സാഹനവും ലക്ഷ്യമിട്ടുള്ള ഗാന്ധി ശില്പ ബസാർ കൊച്ചിൻ ക്രാഫ്റ്റ് ഫെസ്റ്റ് 2025 പ്രദർശനമേള നാളെ ആരംഭിക്കും. എറണാകുളത്തെ മറൈൻ ഡ്രൈവിന് സമീപമുള്ള ശിവക്ഷേത്ര ഗ്രൌണ്ടിൽ നടക്കുന്ന പരിപാടി നാളെ വൈകുന്നേരം 4:30 കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 29 വരെ നടക്കുന്ന മേളയിൽ പൊതുജനങ്ങൾക്ക് സൌജന്യമായി പങ്കെടുക്കാം. സംസ്ഥാനത്തെ മൃഗപ്രജനന നിയന്ത്രണ യൂണിറ്റ് അഥവാ ABC നിലവിലില്ലാത്ത എല്ലാ ബ്ലോക്കുകളിലും പോർട്ടബിൾ ABC യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് ശുപാർശ ചെയ്യുവാൻ ജന്തുക്ഷേമ ബോർഡ് യോഗം തീരുമാനിച്ചു. ABC സെന്ററുകൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടാകുന്ന സ്ഥലങ്ങളിൽ ജനകീയ സമിതികൾ എത്രയും പെട്ടെന്ന് രൂപീകരിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് ശുപാർശ ചെയ്യാനും മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗം തീരുമാനിച്ചു. സ്വത്ത് തട്ടിയെടുക്കാൻ വീട്ടിൽ ഉറങ്ങിക്കിടന്ന വൃദ്ധയെ തീ കൊളുത്തി കൊലപ്പെടുത്തിയ കേസിൽ സഹോദരി പുത്രന് ജീവപര്യന്തം തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ച് ഇടുക്കി ജില്ലാ കോടതി. ഇടുക്കി വെള്ളത്തൂവൽ സ്വദേശി സുനിൽകുമാറിനെയാണ് ശിക്ഷിച്ചത്. 2021 മാർച്ച് 31 72 വയസ്സുള്ള സരോജിനിയെ ഇയാൾ കൊലപ്പെടുത്തിയത്. ആലപ്പുഴ മുല്ലക്കൽ ചിറപ്പിന്റെ ഭാഗമായി നഗരത്തിലൂടെയുള്ള യാത്ര സുഗമമാക്കുന്നതിനായി ജില്ലാ കോടതി പാലത്തിന് സമീപം ഒരുക്കുന്ന താൽക്കാലിക നടപ്പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ഞായറാഴ്ചയോടെ നിർമ്മാണം പൂർത്തിയാക്കി പാലം പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കും. പാലക്കാട് മോഷ്ടാവാണെന്ന സംശയത്തിൽ ആൾക്കൂട്ട വിചാരണയ്ക്കിടയിൽ മർദ്ദനമേറ്റ് അതിഥി തൊഴിലാളി മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവി സമഗ്രമായ അന്വേഷണം നടത്തി 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.